ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്, ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇങ്ങനെ വെക്കേഷൻ കോഴ്സിനെ പറ്റിയും അങ്ങനെ കുറെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞ് ഇന്നത്തെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആ വീഡിയോ ആക്ച്വലി 2 months ബാക്ക് എടുത്ത് വെച്ചത്. അതായത് നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ആയിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് വെച്ചതാണ്. പക്ഷെ എഡിറ്റിങ്ങും ചെയ്തിട്ടില്ല. പിന്നെ എന്തോ തിരക്ക് കാണാനായിട്ട് എനിക്ക് ആ വീഡിയോ ഇടാനായിട്ടും സാധിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ ദയവായി നിങ്ങൾ എന്നെ അത് എക്സ്ക്യൂസ് ചെയ്യുക. കാരണം അത് ഞാൻ എടുത്ത് പറയുന്നുണ്ട് മറ്റേ വെക്കേഷൻ കോഴ്സിനെ പറ്റിയൊക്കെ. സോ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സോറി ചോദിക്കുന്നത്. ഓക്കെ, ഐ എം വെരി സോറി ഫോർ ഡിലേയിങ്. ഡിലേ ചെയ്യുന്ന ഒത്തിരി എനിക്ക് വിഷമമുണ്ട് അത് അങ്ങനെ ഇട്ടില്ല. അപ്പൊ ഇന്നലെ 2 ദിവസം മുമ്പേ ഞാനത് കണ്ണിൽ കാണുന്നത്, അയ്യോ വീഡിയോ ഇട്ടില്ലല്ലോ എന്നൊക്കെ ഉള്ള ഒരു ചിന്ത എന്റെ മനസ്സിൽ വന്നത്. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ എന്തായാലും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തായാലും എഡിറ്റ് ചെയ്തിട്ട് ഞാൻ അതെന്തായാലും അതുകൊണ്ട് ഞാൻ ഇന്നലെ തന്നെ ആ വീഡിയോ ഇട്ടത്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ അത് പറയാനായിട്ട് വന്നത്, പല വെക്കേഷൻ കോഴ്സ് ഒക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ സ്കൂളിൽ പോകാനായിട്ട് തുടങ്ങിയല്ലോ. അപ്പോൾ വെക്കേഷൻ കോഴ്സിനെ പറ്റി ഞാൻ അതിൽ പറയുന്നത് നിങ്ങൾ എക്സ്ക്യൂസ് ചെയ്തേക്കാം. ബാക്കി ഞാൻ ഓൾറെഡി അതിൽ പറയുന്നുണ്ട്. ഗ്രാമീന്റെ ക്ലാസ്, അതായത് PSC കോച്ചിങ്ങിന് പോകുന്നവര്, ബാങ്ക് കോച്ചിങ്ങിന് പോകുന്നവര്, എയർഫോഴ്സിന്, അങ്ങനെ കുറെ കോച്ചിങ്ങിന് പോകുന്നവർക്ക് ഇംഗ്ലീഷ് ഗ്രാമറും ഒക്കെ ആവശ്യമായിട്ട് വരുന്നതാണ്. അപ്പൊ ആർക്കെങ്കിലും ഇംഗ്ലീഷും ഗ്രാമറും ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിലോട്ട് എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അത് ഞാൻ പറഞ്ഞില്ലേ, വാട്സപ്പ് നമ്പറും ഉണ്ട്, പിന്നെ ഇമെയിൽ ID ഉണ്ട്. അതുപോലെ നിങ്ങൾക്ക് കമന്റ് ആയിട്ടും ചോദിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കുക, നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവുക. പിന്നെ ഞാൻ നേരത്തെ അതിനകത്ത് പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും ഡൗട്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ട്, എന്ത് കാര്യമായാലും നിങ്ങൾക്ക് അതിനെ കമന്റിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്കത് പറയാൻ പറ്റത്തില്ലെങ്കിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ഇട്ട് പറയാവുന്നതാണ്. അപ്പോഴല്ലേ എനിക്ക് കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങൾ എനിക്ക് തരുന്ന പ്രോത്സാഹനവുമാണ് എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു പ്രചോദനമായിട്ട് വരുന്നത്. അപ്പൊ നിങ്ങൾ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെടുന്നു എന്നും കൂടി നിങ്ങൾ ലൈക്കിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുക. നിങ്ങൾക്ക് എത്ര പേർക്കാണ് ക്ലാസ്സിൽ മനസ്സിലാവുന്നത്, എത്ര പേർക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ. കാരണം വെച്ചാൽ എന്റെ ലാംഗ്വേജ് പ്രശ്നം കാരണം ചിലർക്ക് അത് ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേക്കാം. അപ്പൊ അതുപോലെ തന്നെ നിങ്ങൾ അത് കറക്റ്റായിട്ട് പറയുക. പറഞ്ഞാലേ എനിക്ക് അറിയത്തുള്ളൂ എങ്ങനെയാ എന്തുവാന്നൊക്കെ. അപ്പൊ നിങ്ങൾ അത് കൃത്യമായിട്ട് പറയുക. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. ഇത് ഒരു ചെറിയൊരു കാര്യം പറയാനായിട്ടാണ് ഇന്നലെ ഇട്ടതിനോട് എനിക്ക് അത്രത്തോളം എക്സ്ക്യൂസ് ചെയ്യണം കേട്ടോ. സോറി ഫോർ ഡിലേയിങ് ദ വീഡിയോ. ഓക്കെ, ഞാൻ ആക്ച്വലി മറന്നു പോയതാണെന്ന് പറയാൻ പറ്റത്തില്ല. തിരക്ക് വന്നു, പിന്നെ അതങ്ങ് വിട്ടുപോയി, അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിച്ചില്ല. പിന്നെ ഇങ്ങനെ എന്റെ ഗാലറി എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ വീഡിയോ ഉണ്ടെന്ന് എനിക്ക് തോന്നിയതും അത് ഞാൻ അപ്പൊ തന്നെ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല. എങ്ങാനും അത് പോസ്റ്റ് ചെയ്തേക്കാന്ന് വിചാരിച്ചതും, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇട്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും എന്നെ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഇംഗ്ലീഷ് പഠിക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു മടിയും വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ധൈര്യമായിട്ട് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുന്നതായിരിക്കും. നിങ്ങൾ ഇപ്പോ ഓരോരുത്തർ ഇങ്ങനെ മനസ്സിൽ ഇപ്പോഴും പലർക്കും ഒരു തോട്ടാണ്, അതായത് ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ മറ്റുള്ളവരെങ്ങനെ കളിയാക്കും, എങ്ങനെ ചോദിക്കും എന്നുള്ളത്. ഞാൻ ഇത് എടുത്തു പറയാനുള്ള കാരണം എന്റെ കസിൻ തന്നെയാണ്. കാരണം വെച്ചാൽ അവളിപ്പോ ഒരു ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പോലും അവൾക്ക് കുറച്ച് പേടിയാണ്. വെച്ചാൽ എനിക്ക് അത്രയും ഇംഗ്ലീഷ് അറിയാം. അപ്പൊ ഞാൻ പറയുമ്പോൾ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്ത അവളുടെ മനസ്സിലും ഉണ്ട്. അപ്പൊ അവളിങ്ങനെ എടുത്തു പറയുന്നുണ്ട്, എനിക്ക് ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ എടുത്തു പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മതി. കാരണം ഞാൻ ഒരിക്കലും ഒരാളെ ടീസ് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ ഓപ്പൺ ആയിട്ട് പറയാണ്. കാരണം നിങ്ങളായിട്ട് ഇന്ററാക്ട് ചെയ്താൽ എനിക്ക് കൂടുതൽ സന്തോഷവും എനിക്ക് ഇഷ്ടവും അതൊക്കെയാണ്. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി പറഞ്ഞു തരാ, എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക, അതൊക്കെയാണ് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹവും. അതെനിക്ക് സഫലമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് ഇംഗ്ലീഷ് പഠിക്കാൻ എന്ത് ബുദ്ധിമുട്ടാണ്, അതൊക്കെ നിങ്ങൾക്ക് എന്നോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ആർക്കും ബുദ്ധിമുട്ടൊന്നും വിചാരിക്കേണ്ട. നമ്മൾ എന്തൊക്കെ ആയാലും ശരി, നമ്മൾ എത്രയൊക്കെ ഒരു ടീച്ചറിന്റെ അടുത്ത് പോയി പഠിച്ചാലും ശരി, നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരു ഓപ്ഷനും ഇല്ല. നിങ്ങൾ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അറിയുന്നവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അത് നിങ്ങൾ എത്ര പെട്ടെന്ന് ചെയ്യുന്നോ അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. കാരണം വെച്ചാൽ നിങ്ങൾ ഇനിയിപ്പം കുട്ടികളാണെങ്കിൽ അവർക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോൾ അവിടെ, കാരണം ഒത്തിരി സീക്വൻസ് ഉണ്ട്, ഞാൻ എടുത്ത് പറയാനായിട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇന്റർവ്യൂവിന് പോവാ, പിന്നെ അവിടുന്ന് നമുക്കിപ്പോ ഒരു ജോലി കിട്ടി, സപ്പോസ് ഒരു ജോലി കിട്ടി, ഇപ്പൊ മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൂടി ഇംഗ്ലീഷ്, ചിലപ്പോൾ വിദേശത്തു നിന്നുള്ള ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓബ്ജക്ട് ഇംഗ്ലീഷ് മാത്രമാണ്. അപ്പൊ നമ്മൾ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും, നമുക്ക് അവരെ ഇംഗ്ലീഷ് അത്രത്തോളം നമ്മളെ ഇംഗ്ലീഷ് വരില്ല. പക്ഷെ നമുക്ക് അത്രത്തോളം നമുക്ക് അവർ പറയുന്ന ഇംഗ്ലീഷ് മനസ്സിലാവണം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് അവർക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് അത്യാവശ്യം ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം. നമുക്ക് പലർക്കും ഉള്ളതാണ്, നമുക്ക് എന്ത് പറയണം എന്നുള്ള ഒരു ഐഡിയ നമ്മുടെ മനസ്സിലുണ്ട്, പക്ഷെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാനായിട്ട് സാധിക്കുന്നില്ല. നമ്മൾ വളരെ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാണ് ഒരാളിങ്ങനെ ചോദിക്കുമ്പോൾ, എന്താണ് നിനക്ക് പറയാനുള്ളത്,
നമ്മൾ എടുത്തിങ്ങനെ ചോദിക്കുമ്പോൾ അവർക്കത് പറയാനായിട്ട് സാധിക്കുന്നില്ല. അവരത് പറഞ്ഞോണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, "ഓ എനിക്കത് പറ്റുന്നില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും?" എന്നുള്ള പേടിയും ടെൻഷനും ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളാണെങ്കി ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സംസാരിച്ച് നിങ്ങക്ക് റെഡി ആവുന്നത് കേസേ ഉള്ളൂ. വേറെ ഒരു പ്രശ്നവുമില്ല. നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് കിട്ടും. ഇപ്പൊ ഞാൻ മലയാളം ഇന്നലത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മലയാളം എനിക്കത്ര പോരാ, എനിക്കറിയത്തില്ലാന്നൊക്കെ. പക്ഷെ എന്നാലും ഞാനത് സംസാരിച്ചാണ് ഞാനിപ്പോ ഇത്രയും റെഡിയാക്കി എടുക്കുന്നത്. അതുപോലെ നിങ്ങൾക്കും പറ്റുമെന്നുള്ളതാണ്. അപ്പൊ നിങ്ങളിത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇംഗ്ലീഷ് ഒക്കെ പഠിക്കുക. ഓക്കെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ മക്കളെ. ഓക്കെ. ഒരു പ്രശ്നവും ഇല്ല. ഞാൻ എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്ന് പറയുന്ന പോലെയല്ല ഞാൻ പറയാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനും ഗ്രാമർ പഠിക്കാനും ഒരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യേണ്ട. എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ. സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇന്നലത്തെ ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ ഉടനെ ഓരോരോ ക്ലാസ്സസ് വരുന്നത്. എനിക്ക് ഏതെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. ഇപ്പൊ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു ഇന്റർവ്യൂവിന്റെ അതൊക്കെ ഞാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. സോ ഞാൻ ബേസിക്കലി അത് വീഡിയോ എല്ലാ സ്ക്രിപ്റ്റ് ഒക്കെ എഴുതി വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഇനി അതിപ്പോ വീഡിയോ എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക അത്രേ ഉള്ളൂ. അപ്പൊ അത് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടിയാണ്. അപ്പൊ എന്തായാലും ഞാൻ ചെയ്തിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് ഒട്ടും വിഷമമുള്ള കാര്യമൊന്നുമില്ല. ഞാൻ എന്തായാലും ചെയ്തിരിക്കും. എനിക്ക് ഇന്റർവ്യൂ, പുതിയ പുതിയ ടിപ്സ്, എങ്ങനെയൊക്കെയാണ് ആൾക്കാരോട് ഇന്ററാക്ട് ചെയ്യാന്നൊക്കെ ഉള്ള എല്ലാ കാര്യങ്ങളും ഞാൻ എന്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നതായിരിക്കും. ഓക്കെ. സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും അടുത്തൊരു ക്ലാസ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പൊ എന്തെങ്കിലും സജഷൻസ് ഉണ്ട്, എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറയാവുന്നതാണ്. പിന്നെ നിങ്ങൾ ഓരോരുത്തരുടെ ലൈക്ക് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ നിങ്ങൾ എന്താ ലൈക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ ലൈക്കോ ഡിസ്ലൈക്കോ ചെയ്തോളൂ. എനിക്ക് പ്രശ്നമില്ല. അപ്പോഴല്ലേ എനിക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും. ഞാൻ പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട്, എത്ര പേർക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യൂ. ഞാൻ അത്ര മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഇനിയിപ്പോ ഓരോന്ന് സ്ക്രോൾ ചെയ്തോ ലൈക്കിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പൈസയൊന്നും ചെലവാക്കേണ്ട ആവശ്യമില്ലല്ലോ. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്താൽ പോരെ. നിങ്ങൾക്ക് എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങളത് ചെയ്തോളൂ. പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്തു. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആരെങ്കിലും ഇംഗ്ലീഷ് പഠിക്കണം, ഗ്രാമർ പഠിക്കണം എന്ന് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അവരോടൊത്ത് കൂടി എത്തിക്കുക. അതൊക്കെയാണ് ഞാൻ പറയുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണാം. ഓക്കെ. ഇതിപ്പോ വീഡിയോ ആണ്. അപ്പൊ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നത് എല്ലാവർക്കും. സി യു.